السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد، اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി, അവൻ്റെ വിനീത വിധേയരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പരമാവധി പിൻപറ്റി മാതൃകായോഗ്യരായ മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നോർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നനച്ചിരിക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു റമദാൻ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നനച്ചിരിക്കാതെ എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയുടെ സ്വഫുകളിൽ റമദാൻ അവസാനിപ്പിച്ച തറാവീഹുകളിലും ജമാഅത്ത് നമസ്കാരങ്ങളിലുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായിരിക്കുന്നു. അവർക്ക് ഈ റമദാനിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാല സ്വർഗപൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നും നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. മറ്റൊരു കൂട്ടർ ജീവിച്ചിരിക്കുന്നുവെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത വിധം രോഗത്തിൻ്റെയോ വാർദ്ധക്യത്തിൻ്റെയോ പിടിയിലകപ്പെട്ട് റമദാനിലെ പിറ കണ്ടത് മുതൽ സങ്കടത്തോടുകൂടി ജീവിക്കുന്നവരുമുണ്ട്. അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, നമ്മളെപ്പോലെ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവരൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയ ആ അവസാനത്തെ അവസരത്തെക്കുറിച്ചിപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുകയും ചെയ്യുമാറാവട്ടെ. കൂടുതൽ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ ഇബാദത്തുകളിൽ മുഴുകി ഇനിയും ദീർഘനാൾ ജീവിച്ചിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടാതെ നമ്മളിപ്പോഴും ഇവിടെയുള്ളത് നമ്മളുടെ താല്പര്യപ്രകാരമോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചോ നമ്മുടെ തീരുമാനത്തിനനുസരിച്ചോ അല്ല. റഹ്മാനായ റബ്ബ് നമുക്കൊരവസരം കൂടി നൽകിയതാണ്. നമുക്കിടയിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാത്ത ഒരവസരം കൂടി. ആ അവസരം നൽകപ്പെട്ടവരായ നാം ആദ്യം ഓർത്തിരിക്കേണ്ടത്, റമദാൻ ഒരു മഹത്തായ അനുഗ്രഹമാണ്, ഒരു മഹത്തായ റഹ്മത്താണ്, പാപങ്ങൾ മാപ്പാക്കപ്പെടാനുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി ഇതിൻ്റെ എല്ലാ രാവുകളിലും പകലുകളിലും നരകക്കാരാവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആളുകളിൽ പലരെയും സ്വർഗക്കാരാക്കാൻ തീരുമാനിക്കുന്ന നാളുകളുമാണ്.
അതെല്ലാം ശരി തന്നെ. അത്ര മഹത്തായ ഒരു നിഅമത്ത് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഏതൊരു അനുഗ്രഹമാണെങ്കിലും അതിനൊക്കെ നമ്മൾ കണക്ക് പറയേണ്ടിയും വരും. 6-7 ദിവസക്കാലത്തെ വിശപ്പിന് ശേഷം ഒരൽപ്പം ഭക്ഷണം കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു. അദ്ദേഹത്തോടൊപ്പം അബൂബക്കർ ഉമറും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഉണ്ടായി. വിശപ്പ് മാറാൻ മാത്രമൊന്നുമില്ല, അല്പം എന്തോ ആണ് കിട്ടിയത്. അതും 6-7 ദിവസത്തെ കൊടും പട്ടിണിക്ക് ശേഷവുമാണ്. എന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി ബിന്നി വലാ ഖുവ്വ എന്ന് പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പാരായണം ചെയ്ത ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നാണ് അതിന്റെ അപ്പോഴത്തെ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, അയ്യു നഈമിൻ ഉസ്അലു യാ റസൂലല്ലാഹ്, എന്ത് നിഅമത്തിനാണ് നമ്മൾ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരിക? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നാഇനാ വ അംവാലിനാ, നമ്മളെ നാട്ടുകാർ നമ്മളെ തല്ലിപ്പുറത്താക്കിയവരാണ്. നമ്മുടെ സ്വത്തും മുതലുമൊക്കെ അവർ കയ്യേറുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളും ഇണകളും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മളെ ചവിട്ടിപ്പുറത്താക്കി ഒറ്റപ്പെടുത്തിയവരാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ കാലിലൊരു ചെരുപ്പ് പോയിട്ട് മാറിയുടുക്കാൻ മതിയായ വസ്ത്രം പോയിട്ട് ഉടുത്ത വസ്ത്രം നഗ്നത മറയാൻ മതിയായത് ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഇപ്പോഴും. ഇങ്ങനെയുള്ള നാം എന്ത് നിഅമത്തിന് കണക്ക് പറയേണ്ടി വരും? മഹാപ്രവാചക ഗുരുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ളിലാലുൽ മസാകിനി വൽ അസ്സാർ. ഉമറേ, താങ്കൾ ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ എന്നാലും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലും ഇവിടെ വന്ന് നമ്മൾ താമസിച്ച ആദ്യ ദിവസങ്ങളിലുമൊക്കെ നമുക്ക് ഈ കൊടുംചൂടിൽ വിശ്രമിക്കാൻ മരത്തിന്റെ തണലുകളും മറ്റുള്ളവരുടെ വീടുകളുടെ നിഴലുകളും ഒക്കെ കിട്ടിയല്ലോ. അതിന് കണക്ക് പറയേണ്ടി വരും. മദീനയിലെ ചുട്ടുപൊള്ളുന്ന മരുപ്പരപ്പിൽ കുടിക്കാനിത്തിരി വെള്ളം തണുപ്പുള്ളത് കിട്ടിയല്ലോ, അതിന് കണക്ക് പറയേണ്ടി വരും. നമ്മളിപ്പോ തണുപ്പിലാണോ ചൂടിലാണോ ഇരിക്കണമെന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് മറുപടി പറയാനുള്ളത്? പിന്നെ 4 ഈത്തപ്പനയോലകൾ മടച്ചു വെച്ചതാണെങ്കിലും ഒരു ഷെഡുണ്ടാക്കാൻ, മഞ്ഞും വെയിലും കൊള്ളാതെ അവിടെ കടന്നുറങ്ങാൻ ഒരു സൗകര്യവുമായല്ലോ. അതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന്. അതിനുപോലും കണക്കുകൾ പറയേണ്ടി വരുന്നവരാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ മാസം ഇത് പിന്നീടൊരിക്കൽ നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഉടുതുണുക്കും അറുതുണിയില്ലാതെ ശലാകർമ്മം ചെയ്യാത്തവരായ രീതിയിൽ കാലിൽ ചെരുപ്പില്ലാതെ പിറന്നപടി നമ്മൾ നമ്മുടെ റബ്ബിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അന്നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അവരോടൊപ്പം സാക്ഷികളായിട്ടുണ്ടാകും. ഒന്നുകിൽ അവർക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അവർക്കെതിരായി. ഒന്നുകിൽ നമുക്ക് അനുകൂലമായി, അല്ലെങ്കിൽ നമുക്കെതിരായി ഈ മാസം നമ്മുടെ മുമ്പിൽ, ഇതിലെ രാപ്പകലുകൾ നമ്മുടെ മുമ്പിൽ, ഇതിലെ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് റമദാൻ പറയുമത്രേ, അല്ലാഹുവേ, ഈ അടിമ അവന്റെ ഭക്ഷണപാനീയങ്ങളും അവന്റെ വികാര വിചാരങ്ങളും
അവന്റെ മോഹങ്ങളും വ്യാമോഹങ്ങളും എല്ലാം അടക്കി വെച്ച് ഒതുക്കി വെച്ചത് ഞാൻ കാരണമാണ്. ഫശഫ്യഅനി, അതുകൊണ്ട് റബ്ബേ ഇവന്റെ കാര്യത്തിൽ എനിക്ക് ശുപാർശ പറയാനും അത് നീ സ്വീകരിക്കാനുമുള്ള അനുഗ്രഹമുണ്ടാവണം. അതല്ലാഹു സ്വീകരിക്കും. പരിശുദ്ധ ഖുർആൻ അവിടെ എഴുതിയിട്ടെന്ന് പറയാം, അല്ലാഹുവേ ഇവൻ രാത്രിയിൽ ഉറക്കമൊഴിച്ചത് എന്നെ പാരായണം ചെയ്യാനും എന്നെ പഠിക്കാനും എന്നെ മനസ്സിലാക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം എന്ന്. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ളത്, അല്ലാഹുവേ റമദാൻ പിറ കാണുമ്പോൾ ഞാൻ ഇവന്റെ കൂടെയുണ്ടായിരുന്നു, രാവു പകലുകൾ എന്റെ കൂടെയുണ്ടായിരുന്നു, ശവ്വാൽ പിറ കാണുമ്പോഴും ഞാനും ഇവനും ഒന്നിച്ചു തന്നെയാണ്. പക്ഷെ ഇവൻ എന്നെ ആദരിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല. ഇവൻ മുഖാന്തിരം എനിക്ക് നിന്റെ സമുദായത്തിന് അപമാനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ വെറുതെ വിടരുത് എന്ന്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വരുമ്പോൾ നമുക്കൊരു നന്മക്ക് ഇത്ര നന്മയുടെ പ്രതിഫലമുണ്ട്, ഒരു സുന്നത്തിന് ഇന്നതിന്റെ പ്രതിഫലമുണ്ട്, ഒരു ഫർളിന് ഇത്ര പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ സത്യത്തിൽ ഇതെന്താണ്? നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ മാസത്തിൽ? അതെന്തിനു വേണ്ടിയാണ് ഈ മാസം ഇങ്ങനെ ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു അന്വേഷണവും ഒരു ചോദ്യവും ഒരു മനസ്സിലാക്കലുകളുമാണ് വേണ്ടത്. പരിശുദ്ധ റമളാനിലെ നോമ്പ് സൗമ് എന്നാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാക്ക് എന്നാണ്. പിടിച്ചുകെട്ടൽ എന്നർത്ഥം, പിടിച്ചു നിർത്തൽ, ഉറച്ചു നിൽക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വഫിശറഇ, മതപരമായ സാങ്കേതികമായ ആ പദത്തിന്റെ അർത്ഥം സൗമ് എന്നാൽ അൽ ഇംസാക്കു ബിന്നിയത്തിൽ ഖാലിസത്തി തഅബ്ബുദിയൻ മിനൽ അക്ലി വശുർബി വൽ ജിമാഇ വമിന ശഹവാതി വഗൈറിൽ മുഫത്തറാത്തി തഖർറുബൻ ഇലല്ലാഹ് എന്നാണ്. അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയാണ് ഇതിന്റെ രാപ്പകലുകൾ മുഴുവനും എന്ന നിയ്യത്തോടുകൂടി, ആരാധനയാണ് ഇതെല്ലാം എന്ന നിയ്യത്തോടുകൂടി, ഇബാദത്താണെന്ന ഉദ്ദേശത്തോടുകൂടി ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വികാരവിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചു കെട്ടുക, ശരീരത്തെ പിടിച്ചു കെട്ടുക, അവയവങ്ങളെ പിടിച്ചു കെട്ടുക, പഞ്ചേന്ദ്രിയങ്ങളെ പിടിച്ചു കെട്ടുക എന്നതാണ് സൗം എന്നതുകൊണ്ട് ഉദ്ദേശം. അതിനുള്ള പരിശീലനമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ആരാവുക? നമ്മളൊരു മുസൽമാനാവുക, നമ്മളൊരു മുഅ്മിനാവുക, നമ്മളൊരു മുത്തഖിയാവുക. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ജുമുഅകളിലും എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വചനം, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങള് തഖ്വയുള്ളവരാവണം, നിങ്ങള് സൂക്ഷ്മതയുള്ളവരാവണം, നിങ്ങള് ദൈവഭയമുള്ളവരാവണം, നിങ്ങള് ഭയഭക്തിയുള്ളവരാവണം. അതെങ്ങനെ വേണം? ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ പ്രവാചകന്മാർ ഭക്തന്മാരായി ജീവിച്ചത്, എങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തി കാണിച്ചു തന്നത്, എങ്ങനെയാണോ സ്വഹാബത്ത് അത് ഏറ്റെടുത്തത്, അങ്ങനെയാണ് നിങ്ങൾ ഭക്തി കാണിക്കേണ്ടത്. ഹഖ്ഖ തുഖാതിഹി, ചില കാട്ടിക്കൂട്ടലുകളോ ചില പ്രകടനങ്ങളോ ചില ജാടകളോ ഉപരിപ്ലവമായ എന്തെങ്കിലും കർമ്മങ്ങളിലൂടെയല്ല. തഖ്വയുണ്ടാവേണ്ടത് എവിടെയാണെന്ന ചോദ്യത്തിന് അത്തഖ്വ ഹാഹുന വയുസീറു ഇലാ ഖൽബിഹി എന്നാണ് ഇമാം മുസ്ലിം പറഞ്ഞത്. തഖ്വ നമ്മുടെ മനസ്സിന്റെ ആവരണമാണ്. മനസ്സിൽ തഖ്വയുണ്ടെങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വിചാരവികാരങ്ങളും നമ്മുടെ കാഴ്ചയും
നമ്മുടെ കേൾവിയും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സാമ്പത്തിക മേഖലകളും നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളുമെല്ലാം തഖ്വയുള്ളതായി മാറും. നമുക്കൊരു ഭയപ്പാടുണ്ടാകും. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു കാണുന്നു, അല്ലാഹു കേൾക്കുന്നു, അല്ലാഹു അറിയുന്നു. അവൻ കാണാതെ, അവൻ കേൾക്കാതെ, അവനെ അറിയാതെ എനിക്കൊരു കണ്ണിമ ചിമ്മാൻ പോലും സാധിക്കുകയില്ല. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. അല്ലാഹു നിങ്ങൾ അടങ്ങുന്നതറിയുന്നവനാണ്. അല്ലാഹു നിങ്ങൾ അനങ്ങുന്നതും അറിയുന്നവനാകുന്നു. നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു അറിയുന്നു എന്ന ചിന്ത. അതിനപ്പുറത്ത് അല്ലാഹു ഇത് കേവലം അറിവ് മാത്രമല്ല ഉള്ളത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും അതിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ, ലളിതവും ഗുരുതരവുമായ, അപ്രധാനവും പ്രധാനപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും, അത് വാക്കായാലും പ്രവൃത്തിയായാലും അത് ചിന്താഗതിയായാലും അത് രഹസ്യമായാലും അത് പരസ്യമായാലും എഴുതി വെക്കാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിറാമൻ കാത്തിബീൻ. വളരെ അന്തസ്സുള്ള, വളരെ മാന്യന്മാരായ, വളരെ സത്യസന്ധരായ, വളരെ ആത്മാർത്ഥതയുള്ള രണ്ടാളുകൾ ഇതെഴുതി വെക്കാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും അവരറിയും. നിങ്ങൾ എന്ത് ചെയ്താലും അവരറിയും. ചെയ്താൽ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ ചെയ്താലും, നമ്മൾ ചെയ്താലും, നമ്മൾ പറഞ്ഞാലും അതെല്ലാം സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന റഖീബും അതെല്ലാം അപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അതീതും നിങ്ങളോടൊപ്പമുണ്ട്. അവർ അറിയാതെ, അവർ കാണാതെ, അവർ കേൾക്കാതെ, അവരെഴുതാതെ ഒരക്ഷരം പോലും നിങ്ങൾ കുരിയാടാൻ കഴിയില്ല. അവരെ കാണിക്കാതെ നിങ്ങൾക്കൊരു ഒരു കാര്യവും ചെയ്യാനും കഴിയില്ല. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ എന്തെല്ലാമാണ്, തിന്മകൾ എന്തെല്ലാമാണ് എന്നെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തുകയും വിശദമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹ. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു. നോക്കിക്കോളൂട്ടോ, മലായികത്തിന്റെ നിലപാടുകൾ നമ്മുടെ ഗ്രന്ഥം തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഉത്തരവാദപ്പെടുത്ത മലക്കുകളുടെ പ്രവർത്തന മേഖലകളുടെ ആഴവും പരപ്പും അഗാധതയും അറിയാനുള്ള ഒരു വചനം. നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു, ഫഅമിലഹ, അയാൾ അത് ചെയ്യുകയും ചെയ്തു. കതബഹല്ലാഹു ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ആ നന്മ രേഖപ്പെടുത്തി വെക്കും. ചുരുങ്ങിയത് 10 ഇലാ 70 ഇലാ 700 അളാഫിൻ 70-700 പ്രവർത്തിക്കുന്ന ആളുടെ മനസ്സിന്റെ നിലപാടുകൾ കൂടി പരിഗണിച്ച് വിലയിരുത്തി ആ നന്മക്ക് 10 പ്രതിഫലം വേണോ അതോ 70 പ്രതിഫലം വേണോ അതിനപ്പുറവും വേണോ എന്ന് അവർ തീരുമാനിക്കും. അത്രയും സൂക്ഷ്മമായി നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ വിലയിരുത്താൻ കഴിയുള്ള ഉത്തരവാദപ്പെട്ട കഴിവ് നൽകപ്പെട്ട മലായികത്തുകളാണ് നമ്മളോടൊപ്പമുള്ളത്. വമൻ ഹമ്മ ബിഹസനത്തിൻ. ഇനി മറ്റൊരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, സാഹചര്യവശാൽ അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ താമ്മ, അതിന് അയാൾക്ക് ഒരു പൂർണ്ണമായ നന്മ അയാൾ ചെയ്തതുപോലെ തന്നെ രേഖപ്പെടുത്തും. ആർക്കാണ്? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യാതെ തന്നെ അയാൾ അത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് പോലും വിലയിരുത്താൻ കഴിയുന്ന ആ 2 ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ആ തിരിച്ചറിവ്. വമൻ ഹമ്മ ബിസ്സയ്യിഅത്തിൻ. ഇനി ഒരാൾ ഒരു തിന്മയാണ് ചെയ്യാൻ തീരുമാനിച്ചത്, ഫലം യഅമൽഹ, പക്ഷേ പടച്ചവനെ പേടിച്ച് പിന്നീട് അയാൾ ചെയ്തില്ല എങ്കിലോ കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ താമ്മ, അത് ചെയ്യാതെ വിട്ടതിനും അയാൾക്കൊരു നന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തും. വമൻ ഹമ്മ ബിഹസ്സയ്യിഅത്തിൻ ഫഅമിലഹ കതബഹല്ലാഹു ഇൻദഹു സയ്യിഅത്തൻ വാഹിദ. ഒരു തിന്മ ഉദ്ദേശിച്ചു, അത് മനഃപൂർവ്വം ചെയ്യുകയും ചെയ്തു, എന്നാൽ
എന്നാൽ അയാൾക്ക് ഒരു തിന്മ മാത്രം. ഇത്രയും ആഴത്തിൽ നമ്മളെ അപഗ്രഥിക്കുന്ന രണ്ടാളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊപ്പം രാപ്പകൽ ഭേദമന്യേ ജനനം മുതൽ മരണം വരെ നമ്മുടെ സന്തത സഹചാരികളായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന സൂക്ഷ്മത അതാകുന്നു എന്ത്? തഖ്വ. അതിനും അപ്പുറത്തേക്ക് പോയാൽ ഈ രേഖാഗ്രന്ഥം, ഈ രേഖ ഇതൊരു ഗ്രന്ഥമാക്കപ്പെടുകയും ഈ ഗ്രന്ഥം നാളെ നമ്മുടെ കയ്യിൽ തരുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും, ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഇതാ വിശ്വാസി സമൂഹമേ, ഇതാ മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രേഖ സ്വഹീഫത്തുൽ അമാൽ. ഇത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അപ്പോൾ തന്നെ പകർത്തി എഴുതാൻ. ഇസ്തിൻസാഖ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി എന്നർത്ഥം. ഫോട്ടോ കോപ്പി ഇങ്ങനെയാണെന്ന് പറയാ, ഇസ്തിൻസാഖ് എന്ന് പറയാ. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവർത്തനം നാം അപ്പോൾ തന്നെ കോപ്പി ചെയ്ത് പകർത്തി എഴുതിക്കൊണ്ടേയിരിക്കാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാറ്റിവെക്കാൻ കഴിയില്ല, മറച്ചു വെക്കാൻ കഴിയില്ല എന്നർത്ഥം. അങ്ങനെ കോപ്പി ചെയ്യപ്പെട്ട ആ ഗ്രന്ഥം നമ്മളുടെ കയ്യിൽ വരുമ്പോൾ, ആ കയ്യിൽ കിട്ടുന്ന ഗ്രന്ഥം നമ്മളിങ്ങനെ മറിച്ചു നോക്കുമ്പോ ആ ഓരോ പേജിലുമുള്ള ഓരോ വരികളിലും പ്രതിപാദിക്കപ്പെട്ട കാര്യങ്ങൾ അതിനൊപ്പം ഇങ്ങനെ ചലച്ചിത്രത്തെ പോലെ ചിത്രമായി, വീഡിയോ ആയി ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. അവിടെ നമ്മൾ കിടന്നുറങ്ങിയത് മുതൽ നമ്മൾ ഉണർന്നത് മുതൽ നമ്മൾ ജീവിച്ച എല്ലാ മേഖലകളും പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രംഗം വരും എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മതാ ബോധം, അതിനാണ് തഖ്വ എന്ന് പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന വിചാരണയിൽ താൻ പരാജയപ്പെടുമോ എന്ന ഭീതിയിൽ ഉണ്ടാകുന്ന സൂക്ഷ്മതാബോധം, അതിനാണ് തഖ്വ എന്ന് പറയുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്നതുകൊണ്ട് ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, ഈ തിരിച്ചറിവ് നൽകുന്ന ഭയം അല്ലേ, അതാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ആരും കാണാതെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ഒരു സഹോദരി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആർത്ത് നിലവിളിച്ചുകൊണ്ട് വന്നിട്ട്, ഞാൻ ചെയ്തു, തെറ്റ് ചെയ്തു പോയി, എനിക്കതിന്റെ ശിക്ഷ നൽകണം, എന്നിട്ട് എന്റെ പരലോകം രക്ഷപ്പെടുത്തണമെന്ന് വിളിച്ച് നിലവിളിക്കാനുള്ള കാരണം അവരുടെ മനസ്സിനെ മതിച്ചിരുന്ന, ഭരിച്ചിരുന്ന ഭയപ്പാടാണ്. ആ ഭയപ്പാട് വിശ്വാസി സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് റമളാൻ പോലുള്ള ഇബാദത്തുകളുടെ ലക്ഷ്യവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധ റമളാനിനെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അഫ്ളലു ശുഹൂർ, ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വായനയിൽ ഇങ്ങനെ കണ്ട ഒരു സംഗതി, ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. മറ്റു ചിലർ പറയുന്നത് കേൾക്കാം, റമളാനിന്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അപ്പൊ ഇതിങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ വായിക്കുന്ന, പഠിക്കുന്ന ഒരു എഴുതുവെക്കപ്പെട്ട ഒരു മഹത്തായ ഗ്രന്ഥം മുഖ്തസർ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇതിലിങ്ങനെ വായിച്ചു വരുമ്പോൾ അവർ പറയുന്നുണ്ട്, അറിയോ, റമളാനാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമളാനാകുന്നു. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ ഹജ്ജിന്റെ പകലുകളാകുന്നു, ദുൽഹിജ്ജ 10ന്റെ പകലുകളാകുന്നു. കാരണം ആ മാസത്തിൽ ആ 10 പകലുകളിലാണ് ദുൽഹിജ്ജ 8 വരുന്നത്, 9 വരുന്നത്, യൗമുൻ നഹർ വരുന്നത്, എല്ലാം ആ 10 പകലുകളിലാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് റമളാനിലെ അവസാനത്തെ 10 രാവാകുന്നു. എനിക്കൊരു മനസ്സിനൊരു കുളിർമ, ഇപ്പോഴാണല്ലോ ഇത് തീരുമാനമായത്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ കടന്നു വരുന്ന ദിവസങ്ങളുള്ള മാസം,
വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതാണ് പ്രത്യേകത. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, റമളാനിന്റെ പ്രത്യേകത എന്തെന്നാൽ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിന് 5 മഹത്തായ തൂണുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു തൂണ് തകർന്നാൽ, ഇസ്ലാം 5 സ്തംഭങ്ങളിൽ സ്ഥാപിതമായ ഒരു മഹത്തായ ബിൽഡിംഗ് ആകുന്നു. ഇതിലേതെങ്കിലും ഒരു തൂണിന് ഇളക്കം തട്ടിയാൽ ആ ബിൽഡിങ്ങിന്റെ സുരക്ഷിതത്വം ഇല്ലാതെയായി എന്നതുപോലെ ഇസ്ലാം സ്ഥാപിതമായ ആ 5 തൂണുകളും ഒരുപോലെ നമുക്ക് ആചരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ മാസമാകുന്നു റമളാൻ. ഷഹാദത്ത് കലിമയാണ് അതിലെ ഒന്ന് എന്ന് നമുക്കറിയാം. ഷഹാദത്ത് കലിമയുടെ പരിപൂർണതയിലേക്ക് വിശ്വാസി സമൂഹം കടന്നു ചെല്ലുന്നത്, എത്തിപ്പെടുന്ന മാസം റമളാനിനെ പോലെ മറ്റൊന്നില്ല. പരിശുദ്ധ കലിമയെ പഠിക്കാനും പരിശുദ്ധ കലിമയിൽ ആവശ്യമായ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും, പരിശുദ്ധ കലിമ ഏറ്റവും കൂടുതൽ തവണ വാക്കായും പ്രവൃത്തിയായും ഉച്ചരിക്കുവാനും അതിനനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും നമ്മൾ തയ്യാറാവുന്ന മാസങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റമളാനാണ്. രണ്ടാമത്തെ സ്തംഭമാവട്ടെ നമസ്കാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത് അഫ്ളലുൽ അഅമാൽ ചോദിച്ചപ്പോഴും അഫ്ളലുൽ ഇബാദത്ത് ചോദിച്ചപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഒന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏത് എന്ന ചോദ്യത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏത് എന്ന ചോദ്യത്തിനുമുള്ള മറുപടി ഒന്നായിരുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്തിന് നമസ്കരിക്കുക എന്നതാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം എന്നത് ദീനിന്റെ നെടും തൂണാകുന്നു. ഫമൻ തറക്കഹാ, അത് ഉപേക്ഷിച്ചവൻ ഫഖദ് ഹദമദ്ദീൻ, അവന്റെ മതം തകർന്നിരിക്കുന്നു എന്നാണ്. ഈ റമളാനിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മൾ തീരുമാനമെടുത്തു, മിനിഞ്ഞാന്ന് ഇശാ മുതൽ നമ്മൾ ജമാഅത്തായിട്ടല്ലാതെ നമസ്കരിക്കുന്നില്ല. മിനിഞ്ഞാന്ന് ഇശാ മുതൽ റമളാൻ പിറ കണ്ടത് മുതലുള്ള 6, 1, 7, 8 ജമാഅത്തുകളിൽ ജമാഅത്തായിട്ടല്ലാതെ നമസ്കരിച്ചവർ എത്രയുണ്ട് എന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരൊറ്റ ആളും കൈവക്കാനുണ്ടാവില്ല. എല്ലാവരും ജമാഅത്തുകളിൽ തന്നെ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ഒഴിവുപേന്ന് മാറ്റിവെക്കുന്ന, ക്രമീകരിക്കുന്ന അത്ഭുതകരമായ മാസമാണ് പരിശുദ്ധ റമളാൻ. റമളാനിന്റെ ഫർദ് നമസ്കാരങ്ങളുടെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന മാസമാണ് റമളാൻ. അതിനു മുമ്പ് പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിക്കാൻ ശ്രദ്ധ വെക്കുന്ന മാസമാണ് റമളാൻ. ഓരോ വുളൂവിന് ശേഷവും ഈ 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇല്ലാത്ത മൂത്രം ഉണ്ടാക്കി ഒഴിച്ച് വുളൂ എടുത്ത് നമസ്കരിക്കാൻ വരെ താല്പര്യം കാണിക്കുന്ന മാസമാണ് റമളാൻ. 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുന്ന അവർ 4-ആയും, 4ഉള്ളവർ 6-ആയും, 6ഉള്ളവർ 8-ആയും ഇടക്കിടക്ക് നമസ്കരിച്ചിരുന്നവർ അത് സ്ഥിരമായും നമസ്കരിക്കാൻ തീരുമാനിച്ച, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാസമാണ് റമളാൻ. തറാവീഹ് നമസ്കാരത്തിന്റെ ഒരു ആയത്ത് പോലും, ഒരു തക്ബീർ പോലും ഇമാമിനോടൊപ്പമല്ലാതെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കുന്ന മാസമാണ് റമളാൻ. തറാവീഹിന്റെ റക്അത്തിലെ റുകൂഉം സുജൂദും ഒക്കെ ഒന്നുകൂടി നീളം കൂട്ടിയാൽ, ദീർഘിപ്പിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന മാസമാണ് റമളാൻ. ഒരു 2, 3 ആയത്തുകൾ കൂടെ ഓരോ റക്അത്തിനും കൂടുതൽ ഓതിയാൽ എന്തപ്പോ കുഴപ്പം എന്ന് വിചാരിക്കുന്ന മാസമാണ് റമളാൻ. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന്റെ ഇസ്ലാമായി പഠിപ്പിച്ച ഷഹാദത്ത് കലിമയും ശരീരത്തിന്റെ ഇസ്ലാമായി പഠിപ്പിച്ച നമസ്കാരവും ഒരു വീഴ്ചയുമില്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന അത്ഭുതമാണ് റമളാൻ. അല്ലേ? റമളാനിന്റെ മഹാത്മ്യത്തിൽ അത്ഭുതമാണ് റമളാൻ. സാമ്പത്തിക മേഖലയിൽ 11 മാസവും സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ പോലും സ്വന്തം സക്കാത്തിന്റെ വരുമാനത്തിന്റെ ടേൺ ഓവർ സ്വന്തമായി കണക്ക് കൂട്ടിയിട്ട് അത് എത്രയുണ്ട് എന്ന് കണക്കെത്തിയിട്ട് അതിൽ 10 രൂപയെങ്കിൽ 10 രൂപ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ച മാസമാണ് റമളാൻ. അത് പിന്നെ അയൽപ്പക്കക്കാർക്കോ കുടുംബക്കാർക്കോ പള്ളിയിലോ സക്കാത്ത് സെല്ലിലോ എവിടെയായാലും ശരി അത് കൊടുത്തു തീർക്കാൻ
തീർക്കാൻ ഈ സമുദായം ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കുന്ന മാസവും റമദാനാകുന്നു. റമദാനാവട്ടെ, സക്കാത്താവട്ടെ, സമ്പത്തിന്റെ ഇസ്ലാമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ മനസ്സ്, രണ്ടാമത് നമ്മുടെ ശരീരം, നമ്മുടെ ജീവസന്ധാരണോപാധിയായി നമുക്ക് നൽകിയ സമ്പത്ത്. ഈ മൂന്നിനെയും സംബന്ധിച്ച 3 നിയമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന നിർവഹിക്കുന്ന മാസമാണ് റമദാൻ. 4-മത്തത് നമ്മളുടെ രാവു പകലുകളിലെ റമദാനിലെ നോമ്പും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആരാധനകളും. പക്ഷേ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. റമദാനിലെ നോമ്പിനെ കുറിച്ച് മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രവചനമുണ്ട്. കുല്ലു അമലി ഇബ്നി ആദമ ലഹു. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അവനുള്ളതാണ്. ഇല്ല സൗം, നോമ്പ് പക്ഷെ അവനുള്ളതല്ല. ഫസൗമുലി, അതെനിക്കുള്ളതാണ്. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നത് ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതല്ലേ. സക്കാത്ത് കൊടുക്കണത് ആർക്കു വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ. നമ്മൾ മുസ്ലിങ്ങളായത് ആർക്കു വേണ്ടിയാ? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് പൊരുത്തത്തിന് വേണ്ടിയാണ് അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹ്ക്ക് വല്ല മുതലുണ്ടാക്കാൻ വേണ്ടിയോ അള്ളാഹുവിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മറ്റെല്ലാ അമലുകളും അവനുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതുമാണ്. മറ്റു ഇബാദത്തുകളിൽ, ഇസ്ലാം കാര്യങ്ങളിലെ മറ്റു 4 സ്തംഭങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, മുസ്ലിം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നോമ്പിനുള്ള ഒരു പ്രത്യേകത. ഞാൻ നോമ്പുകാരനാണോ അല്ലയോ എന്നത് എനിക്ക് പോലും തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നതാണ്. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് 2 മുസ്ലിമായ പ്രായപൂർത്തിയായ സാക്ഷികൾ കേൾക്കണം. വേണ്ടേ? വേണം. ഞാൻ നമസ്കരിക്കുന്നത് മറ്റുള്ളവർ കാണും. ഞാൻ സക്കാത്ത് നൽകുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിലും കിട്ടിയ ആൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇപ്പൊ മിസ്കാത്തി നോമ്പുകാരനാണോ എന്ന് ആർക്കറിയില്ല. നിങ്ങൾക്കറിയോ? അറിയില്ല. എനിക്കറിയോ? ഇല്ല. എനിക്കങ്ങനെ ഒരു തോന്നലുണ്ട്, ഞാനിപ്പോ നോമ്പിലാണ്. പക്ഷേ എന്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനുള്ള മുറപ്രകാരം തന്നെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും, ഇന്ന് സുബഹി വാങ്ങ് വിളിച്ചതിന് മുതൽ ആ നോമ്പ് നഷ്ടപ്പെടുന്നത് വല്ലതും എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ എന്നും ആർക്കറിയില്ല. എനിക്ക് പോലും അറിയില്ല, റബ്ബിനല്ലാതെ. അല്ലേ? അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? അങ്ങനെ ഞാൻ പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മിക്കവാറും നമ്മളത് ഇന്നലത്തെയൊക്കെ റമദാൻ തറാവീഹിന്റെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ഏതായാലും നിങ്ങൾ കേൾക്കും. മല്ലം യദഅ ഖൗല സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യത്റുക തആമഹു വശറാബ. ഒരാൾ വാക്കും പ്രവൃത്തിയും നന്നാക്കിയിട്ടില്ലെങ്കിൽ, നാവും ശരീരവും അടക്കി വെച്ചിട്ടില്ലെങ്കിൽ, നോക്കാണ് മുങ്ങി കുളിച്ചാൽ ഒന്നു മുറിയോന്ന്, നോമ്പ് മുറിയോന്ന് ഒരു 5 മിനിറ്റ് സമയം ഇവിടെ ചോദ്യോത്തരത്തിൽ ഞങ്ങൾ ചോദിക്കൂലേ? ചോദിക്കും. എണ്ണ തേച്ച് കുളിച്ചാ നോമ്പ് മുറിയോന്ന് ചോദിക്കൂലേ? ഉച്ച കഴിഞ്ഞ് പല്ല് തേച്ചാ നോമ്പ് മുറിയോ നിങ്ങൾ ചോദിക്കൂലേ? ചോദിക്കും. ഇഞ്ചക്ഷൻ വെച്ചാ നോമ്പ് മുറിയോന്ന് ചോദിക്കൂലേ? ഇന്നിപ്പോ രാവിലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഖത്തീബ് വിളിച്ച് ചോദിച്ചത് എന്താണെന്നറിയങ്ങള്, പിന്നെ ഈ മൂക്കില് ജലദോഷത്തിന് അലർജിക്ക് മൂക്കിൽ മരുന്നടിച്ചാൽ നോമ്പ് മുറിയോന്ന. അപ്പൊ നോമ്പ് മുറിയാത്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദ്യം വരും. നോമ്പ് മുറിയാത്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദ്യം വരും. എന്നാൽ ഒരാളെ ചീത്ത പറഞ്ഞാൽ, ഒരാളോട് ദേഷ്യപ്പെട്ടാൽ, ഒരാളോട് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ, വേണ്ടാത്തത് എന്തെങ്കിലും കണ്ടാൽ കേട്ടാൽ അതിന് ന്യായീകരിച്ചാൽ നോമ്പ് മുറിയോ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചോണ്. ഇല്ല. എന്താ സംഗതി എന്നറിയോ? അത് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി, നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള മറുപടി നോമ്പ് മുറിയും എന്നാണ്. നോമ്പ് മുറിയുന്ന. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മളിൽ എത്ര ആളുടെ നോമ്പ് പോയിട്ടുണ്ടാകും? അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അയളമനു ലിമൻ യളമനു ബിലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. ആർക്ക് തന്റെ നാവിനെ നിയന്ത്രിക്കാമെന്ന് ഉറപ്പ് തരാമോ? ആർക്ക് തന്റെ ലൈംഗികാവയത്തെ നിയന്ത്രിക്കാമെന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? പകരം സ്വർഗം അവർക്ക് നൽകാമെന്ന് ഞാൻ ഉറപ്പ് നൽകാം. സുബ്ഹാനല്ലാഹ്. ആർക്ക് തന്റെ നാവിനെ നിയന്ത്രിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ അവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. രണ്ടാമത്തത്, എന്റെ ഓർമ്മയിൽ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, യാ റസൂലുള്ളാഹി അല്ലിംനി ബിശൈഇൻ അതശബ്ബഹു ബിഹി വഅദ്ഖുലു ബിഹിൽ ജന്ന. അല്ലാഹുവിന്റെ ദൂതരെ, ഞാനൊരു ബദവിയാണ്, ഒരു പ്രാരാബ്ധക്കാരനാണ്, ഒരു ഗ്രാമീണനാണ്, ഒരു പരുക്കനാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടെ ഓർത്തിരിക്കാനുള്ള മനസ്സില്ല, അതിന് പറ്റൂല, അതിന്റെ സ്വഭാവം എനിക്കില്ല, അതിനുള്ള ബുദ്ധിയില്ല. പക്ഷെ നബിയെ, സ്വർഗത്തിൽ പോകണം, എനിക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങൾ ഒരു കാര്യം ഒന്ന് പഠിപ്പിച്ചെന്നാണ്, ഒരേ ഒരു കാര്യം അതിട്ടോ, അത് ഞാൻ എന്റെ ജീവിതത്തിലാണ് മുറുകെ പിടിച്ചാൽ എനിക്കതുകൊണ്ട് അദ്ഖുലു ബിഹിൽ ജന്ന, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റണം. അമ്മാതിരി ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചെന്നാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, മുദ്ദലിസാനക്, നാവിട്ട് നീട്ടിക്കാ, മുദ്ദലിസാനക്, ആ നാവ് ഇങ്ങോട്ട് നീട്ടിക്കോ. നാവ് നീട്ടിയപ്പോ റസൂല് തന്റെ പരിശുദ്ധമായ 2 വിരലുകൾ കൊണ്ട് ആ നാവും അങ്ങനെ പിടിച്ച് എന്നിട്ട് പറഞ്ഞ്, അംസിക് ഹാദാ, ഇത് പിടിച്ചു വെച്ചേക്ക്, ഇത് പിടിച്ചു വെച്ചേക്ക്. ഇപ്പൊ കേട്ടുനിന്ന ആൾക്കാർ തലയിൽ കൈവച്ച് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അത്ഭുതം ഉണ്ടാകുമ്പോ അറബികൾ പറയുന്ന ഒരു സംഗതിയാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, എന്താ പത്ര അത്ഭുതപ്പെടാൻ? വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദ അൽസുനതിഹിം. ആരെങ്കിലും ഒരാൾ നരകത്തിൽ മുഖം കുത്തി വീണിട്ടുണ്ടോ, വീഴുമോ? നാവുണ്ടാക്കുന്ന അപകടം മൂലമല്ല, ഉപദ്രവം മൂലമല്ലാതെ, നാശം മൂലമല്ലാതെ. അവിടെയാണ് മല്ലം യദഅ ഖൗല സൂരി വൽ അമലി ബിഹി. അതാണ് നോമ്പ്. ഇത് രണ്ടും, നാവും പ്രവൃത്തിയും, നമ്മൾക്ക് വാക്കും പ്രവൃത്തിയും നന്നാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വാക്കിലെയും പ്രവൃത്തിയിലെയും വൃത്തികേടുകളെ ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പകരം ആസ്ഥാനത്ത് നന്മ കൊണ്ടുവന്ന് നിറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയാണല്ലോ മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ. നമ്മളതിന്റെ രണ്ടാമത്തെ ഭാഗത്തിനാണ് സാധാരണ പ്രാധാന്യം കൊടുക്കുക. ഔലിയസ്മുത്തില്ലേ, നല്ലത് പറയാൻ പറ്റൂലെങ്കിൽ മിണ്ടാതിരുന്നോളൂ. എന്താ നല്ലത് പറയാൻ പറ്റൂല എന്ന്? ഔലിയസ്മുത്തി എന്നത് പിന്നെ പറഞ്ഞാൽ മതി. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ. നല്ലത് പറയണം, നല്ലത് പറഞ്ഞേ മതിയാകൂ. ഫൽയഖുൽ എന്നത് ഇലാ യൗമിൽ ഖിയാമ അംർ ഗായിബ് എന്നാ പറയാ. ഖിയാമത്ത് നാൾ വരെയും തന്റെ അനുയായികൾ പാലിക്കേണ്ടുന്ന നിർബന്ധമായ കൽപ്പനക്കാണ് ഫാ ചേർത്ത് ലാമ് തൗക്കീദ് ചേർക്കാതെ ഞങ്ങൾ ഭാഷാപരമായിട്ട് പറയാം. അങ്ങനെ തന്നെയല്ലേ? ശരി, ഫൽയഖുൽ ഖൈറ, നല്ലത് പറഞ്ഞേ മതിയാകൂ. അപ്പൊ എന്താണ് ഈ നല്ലത്? നിങ്ങൾ ഇന്നലെ രാവിലെ മുതൽ ഞാൻ രാത്രി മുതൽ നോക്കാണ് എത്ര ജുസു ഖുർആൻ ഓതി നമ്മൾ. ദുനിയാവിൽ നമുക്ക് പറയാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്താ? ഖുർആൻ പാരായണം. ഏറ്റവും നല്ലത് ഖുർആൻ പാരായണം. വേണമെന്ന് വെച്ചാൽ നടക്കുന്നില്ല. അതിന്റെ അർത്ഥം വേണമെന്ന് വെച്ചാൽ നടക്കും. നോമ്പായതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണ? റമളാൻ മാസം ആയതുകൊണ്ടാണ്
അല്ല, നമ്മളൊരു മുസ്ലിമാണ്. നമുക്കുള്ള നിർബന്ധ കൽപ്പനയുടെ ഭാഗമാണത് എന്ന തിരിച്ചറിവുണ്ടായാൽ മരണം വരെ ഫല്യഖുൽ ഖൈറ എന്നതിന്റെ ഒന്നാം സ്ഥാനത്ത് നിത്യജീവിതത്തിൽ നിരന്തരമായ ഖുർആൻ പാരായണം ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, സ്വഹാബികൾ, ഞാനത് ബാക്കി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. സ്വഹാബികൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് പോലെ ഖുർആൻ പള്ളിയിൽ വരും, ഖുർആൻ എടുക്കും, എന്നിട്ടൊരു 4-5 പേജ് ഓതും, അവിടെ മടക്കി വെക്കും, പിന്നെ വേറെ ഒരാളത്ത് എന്നിട്ട് ഖുർആൻ എടുക്കും, ഖുർആൻ പിന്നെ അങ്ങനെ തുടങ്ങും. ഇന്നലെ ഓതിയതാണോ മറ്റേ പള്ളിയിൽ നിന്ന് ഓതിയതാണോ എന്ന് നമുക്ക് അറിയില്ല, നോക്കലില്ല, നമ്മൾ അവിടെ തന്നെ ഓതും. അങ്ങനെ 30 ദിവസവും ഖുർആൻ ഓതിയാലും കുട്ടിക്കാലത്ത് പാമ്പിനെ കണ്ടിട്ട് ഓടിയ മാതിരിയാകും, ഓടിയാ നീങ്ങൂല, കത്തം തീരലില്ല. ഉണ്ടോ? സ്വഹാബികൾ ഖുർആൻ ഓതിയിരുന്ന രീതിക്ക് തഹ്സീബ് എന്നാണ് പറയുക. തഹ്സീബ് മുഅ്മിനീങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയട്ടെ, ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ്. 30 ജുസുകളാണ് ഖുർആൻ എന്ന് നമുക്കറിയാലോ. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്താൽ നമുക്ക് 30 ജുസുകൾ പാരായണം ചെയ്യാൻ കഴിയും. അതിനെന്താ മാർഗം എന്ന് ചോദിക്കുമ്പോഴാണ് 30 ജുസുകളെ നേർപകുതിയാക്കി 60 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ അടയാളങ്ങളുണ്ട്. കയ്യിൽ ഖുർആൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ ഓരോ ഹിസ്ബിനെയും, അപ്പൊ 30 ജുസ്ഇനെ 60 ഭാഗങ്ങളാക്കി 60 മാറ്റിയിരിക്കുന്നു. ആ ഓരോ ഭാഗത്തെയും 4 വീതം ഭാഗങ്ങളാക്കി മാറ്റിയത് കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ജുസ് 20 പേജ്. ആ 20 പേജിനെ 2 മാറ്റി 10 പേജ്. ആ 10 പേജിനെ 4 ഭാഗമാക്കി മാറ്റി 2.5 പേജ് 2.5 പേജ് 2.5 പേജ് 2.5 പേജ് ഇങ്ങനെ കഴിഞ്ഞിട്ട് അടയാളമുണ്ടാകും ഖുർആന്റെ മാർജിനുകളിൽ. ഹിസ്ബ്, സലാസത്തു അർബാഇൽ ഹിസ്ബ്, നിസ്ഫുൽ ഹിസ്ബ്, റുബുൽ ഹിസ്ബ് എന്ന അടയാളങ്ങൾ ഉണ്ടാകും. 1/4 ഹിസ്ബ്, 1/2 ഹിസ്ബ്, 1/4 ഹിസ്ബ്, 1 ഹിസ്ബ് പൂർണ്ണമായി. ഇത് സ്വഹാബത്ത് ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതിയാണ്. ആ ഹിസ്ബിലെത്തുമ്പോഴാണ് അവർ ഒരു പാരായണം അവസാനിപ്പിക്കുക. അടുത്തത് തുടങ്ങുമ്പോൾ നിർത്തിയിടത്ത് നിന്ന് പിന്നെ അപ്പുറത്തേക്കാണ് അവർ ഓതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ ഒന്ന് എഴുതി വെച്ചാല് നമ്മൾ ഓതി നിർത്തിയത് ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്താണ് പോരെ, അത് ഇത്രാമത്തെ പേജിലാണ്. മൊബൈലിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചാൽ തീരുന്ന പേസേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഓതാൻ നോക്കുക. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഒരു മൻഹജു സലഫ് ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഒരു മൻഹജു സലഫ് ഒന്നുകിൽ 2.5 പേജിൽ നിർത്തുക, അല്ലെങ്കിൽ 5 പേജിൽ നിർത്തുക, അല്ലെങ്കിൽ 7.5 പേജിൽ, അല്ലെങ്കിൽ 10 പേജിൽ, അങ്ങനെ 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 ഓതുമ്പോൾ സ്വഹാബികൾക്കുള്ള ഒരു പിന്തുടർച്ചക്കാരായി കൂടി നമുക്ക് മാറാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഫല്യഖുൽ ഖൈറ, നല്ലത് പറഞ്ഞേ പതിയാവൂ. നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ 1 ഖുർആൻ പാരായണം, 2 നമ്മുടെ ദിക്റുകൾ. ഏതെല്ലാം ദിക്റുകളാണ് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്ർ അല്ലേ, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് നിത്യജീവിതത്തിൽ ചൊല്ലിപ്പഠിക്കാൻ, ചൊല്ലി ശീലിക്കാൻ, നിലനിർത്താൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റമദാനിൽ ഒന്ന് തുടർന്നൂടെ, ഒന്ന് തുടങ്ങി വെച്ചൂടെ നമുക്ക്? ഫല്യഖുൽ ഖൈറ, നല്ലത് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റ, ഒരൊറ്റ സ്വലാത്ത് ശുദ്ധമായ നിയ്യത്തോടുകൂടി എന്റെ പേരിൽ ചൊല്ലാൻ ഒരു മുസൽമാന് സാധിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അസ്ർ, ആ ഒരു സ്വലാത്തിന്റെ പകരമായി പ്രതിഫലമായി 10 തവണ റബ്ബ് അവനെ അനുഗ്രഹിക്കും. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ തവണ റബ്ബിന്റെ അനുഗ്രഹം മര്യാദക്ക് കിട്ടിയാൽ നമ്മളുടെ ദുനിയാവ് രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ പരലോകം രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ ഈമാൻ രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ ഇസ്ലാം രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ തഖ്വ രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ ജീവിതം തന്നെ സഫലമായില്ലേ? എന്താണ് നിത്യജീവിതത്തിൽ ഒരു 10 സ്വലാത്ത് ഈ അത്തഹിയ്യാത്തിൽ അർത്ഥമറിയാതെ ആത്മാർത്ഥതയില്ലാതെ ചൊല്ലുന്നതിനപ്പുറം, അർത്ഥം അറിയാതെ ചൊല്ലണമെന്നതിന് അർത്ഥമില്ല കേട്ടോ. ആത്മാർത്ഥതയില്ലാതെ ചൊല്ലാനും പാടില്ല.
പക്ഷെ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഈ നമ്മുടെ സാധാരണ സാമ്പ്രദായികമായ സ്വലാത്തിന് പുറമെ എന്താണ് വെറുതെ ഇരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, മുറ്റത്തിരിക്കുമ്പോൾ ആ മൊബൈൽ കളിക്കുന്നതിന് പകരം മുഅ്മിനീങ്ങളെ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ നഷ്ടം വരാനില്ലാത്ത കച്ചവടാണല്ലോ. ഉലൈക യർജൂന തിജാറത്തൻ ലൻ തബൂർ എന്ന ഖുർആൻ പറഞ്ഞു. ഉലൈക യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാനില്ലാത്ത കച്ചവടത്തിലാണ് അവർക്ക് താല്പര്യം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, കഠിനമായ അതിവേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കച്ചവടത്തിൽ മുതൽ മുടക്കാൻ നിങ്ങൾക്ക് മാർഗം പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയും നടപ്പിലാക്കേണ്ടുന്ന മാസമാണ്, ഇതൊക്കെ ശീലിക്കേണ്ടുന്ന മാസമാണ് റമളാൻ. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വിശപ്പും ദാഹവും എന്ത് പറയാ, നോമ്പ് എന്ന് പറയാ. വിശന്ന് രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്നാണ് പോയിട്ട് കിടന്നുറങ്ങി. ഒരു 9 മണിയായപ്പോ 9:15 നീച്ച് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ ആഫീസിൽ പോയി. ആഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ളുഹ്ർ ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേന് വാച്ച് വെക്കാൻ തുടങ്ങി. ആഫീസിലേക്ക് തിരിച്ചു പോകാനായിക്കണോ, അല്ലെങ്കിൽ പീടിയേക്ക് പോകാനായിക്കണോ, പണിക്ക് പോകാനായിക്കണോ എന്ന് ആയി തുടങ്ങി. അതില്ലാത്തവര് നേരെ പള്ളിയിൽ നീണ്ടക്കാരം കടന്ന് അസർ വാങ്ങിക്കൊടുത്തപ്പോഴാ ഉണർന്നത്. അല്ലാത്ത ഒരു പെരി പോയി കിടന്നുറങ്ങി, അവരും അസർ വാങ്ങിക്കൊടുത്തപ്പോഴാണ് ഉണർന്നത്. അസർ കഴിഞ്ഞ് പള്ളിയിൽ വന്ന് അങ്ങാടി പോയി നോമ്പുറക്കാനുള്ള സാധനങ്ങളുടെ അങ്ങാടി കൂടി പൊരിക്കടി, ഇന്നലെ വാങ്ങിയ പൊരിക്കടി ഏതൊക്കെയെന്ന് ലിസ്റ്റിട്ട്, നാളെ വാങ്ങാനുള്ളത് ഏതൊക്കെയെന്ന് വേറെ ലിസ്റ്റിട്ട്, അതിൽ രണ്ടിലും പെടാത്തത് ഏതാണെന്ന് തെരഞ്ഞ് അങ്ങാടി കൂടി നടന്ന് അതൊക്കെ കൂടെ മേടിച്ച് മധുരവും കളറും ഒക്കെ കൂടെ ഉള്ള വത്തൊക്കെ തെരഞ്ഞു പിടിച്ച് പെരയ്ക്ക് എത്തുമ്പോ മുറ്റത്ത് കയറുമ്പോ മഗ്‌രിബ് വാങ്ങിക്കൊടുത്ത്. എന്നിട്ട് നമ്മൾ പറയാ പള്ളം നിറച്ച് തിന്നിട്ട് ഉറച്ച കാര്യ ഇത് ദാഹം പോയില്ലേ, പോയി. പിന്നെന്താ പറയാ, വബുത്തല്ലത്തുള്ള ഓരോക്ക് ഞരമ്പൊക്കെ ഉണങ്ങി കിടക്കുകയായിരുന്നു, അതൊക്കെ ഒന്ന് നനയും ചെയ്ത്. റൈറ്റ്. മൂന്നാമത്തത് എന്താ, വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്. അവിടെ മാത്രമാണ് അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഇതിന്റെ പ്രതിഫലവും ഉറച്ചു. അപ്പൊ പ്രതിഫലം ഉറപ്പിക്കുന്നിടത്ത് പടച്ചോന്റെ തൗഫീഖ് വേണം മുഅ്മിനീങ്ങള്. അതിന് നല്ലോണം മെനക്കെടണം. ഇത് പോരാ, ഈ ഉറങ്ങാനുള്ളതല്ല നമുക്ക്. എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ഉറക്കമാണ്, ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, ഉറക്കമാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കൂട്ടത്തിന് വേണ്ടി ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഉറക്കം ഒഴിവാക്കുവീൻ നിങ്ങൾ എന്നാണ്. ഉറക്കം ഒഴിവാക്കുവീൻ നിങ്ങൾ. എന്നിട്ടോ നോമ്പ് തുറന്നിട്ട് അടിച്ച് വിറ്റായിട്ട് മഗ്‌രിബിന് ഇശാഇന്റെ ഇടയിൽ സാധാരണ ഓതിയിരുന്ന ഒരു മുൽക്ക് പോലും ഓതാനിപ്പോ നേരം കിട്ടണില്ല അല്ലേ? റമദാൻ ആണേനും 11 മാസവും മഗ്‌രിബിനും ഇശാഇനിടയിൽ ഒരു മുൽക്ക് ഓതിയിരുന്നു, തബാറക്ക ഓതിയിരുന്നു. ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്നൊക്കെയാണല്ലോ അതിനെ കുറിച്ച്. ഇന്നഹാ മുൻജിയാത്തുൻ, ഇന്നഹാ മുസ്ഫിയാത്തുൻ, ഇന്നഹാ മുസഫ്ഫഅത്തുൻ എന്നൊക്കെ ഹദീസ് കൂടുതൽ കണ്ടിരുന്ന് 11 മാസം ഓതിയിരുന്നു. ഇപ്പം നമുക്ക് ഭയങ്കര കിട്ടുന്ന അറിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ക്ഷീണ എന്നാ പറയാ. വൈകുന്നേരമോളം നോമ്പെടുത്തപ്പോ ഇല്ലാത്ത എന്ത് ക്ഷീണ നോമ്പ് ഒഴിവാക്കിയപ്പോ ഉണ്ടായി. എന്തുണ്ടായി നോക്കാണ്. ഞാൻ തമാശ പറയാ, എന്തറിയോ, കേരളത്തിലേക്ക് വിശിഷ്യ മലബാറിലേക്ക് ഏറ്റവും കൂടുതൽ പോത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മാസത്തിന്റെ പേരെന്താ? റമളാൻ. കോഴിയാണെങ്കിലോ അതും റമളാൻ. ഏറ്റവും കൂടുതൽ വത്തക്ക ഇവിടെ വരുന്ന മാസം ഏതാ? റമളാൻ. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് വരുന്ന മാസം ഏതാ? റമളാൻ. വളവില് പൊരിക്കടി കട തുറക്കണ മാസം ഏതാ? റമളാൻ. നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്? പട്ടിണി അല്ലേ? ശവ്വാലിലെ ഒരു മാസത്തെ ബഡ്ജറ്റ് വീട്ടു ചെലവൊന്ന് എടുക്കുക, ശഅബാനിലെ ബഡ്ജറ്റ് എടുക്കുക, അത് രണ്ടും കൂടി കൂട്ടി നോക്കിയിട്ട് അതിന്റെ അടിയിൽ റമളാനിലെ ബഡ്ജറ്റ് വെക്കുക. ഏതാ കൂടുതൽ ഉണ്ടാവുമെന്ന് നോക്കാൻ നമുക്ക്. ശവ്വാലിലും ശഅബാനിലും ചെലവായതിന്റെ ഇരട്ടി റമളാന് ചെലവായിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, മാപ്പിളാർക്ക് ഒരു മാസം പട്ടിണി കിടക്കാൻ എന്തോ ഒരു ചെലവാ നോക്കണേ അല്ലേ? ഇതിന്റെ ഇടയിൽ പോകുന്ന സാധനത്തിന്റെ പേരാണ്, നിങ്ങൾ കിട്ട വിഷയത്തിന്റെ പേര് നോമ്പിന്റെ
മാഹാത്മ്യം അത് പോകുന്നു, ആ മാഹാത്മ്യമില്ലാതെയാവുന്നു. അതുകൊണ്ട് തന്നെ ശവ്വാൽ മാസപ്പിറ വന്നാൽ നമ്മൾ പഴയയിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും. ഇപ്പൊ മുഅ്മിനീങ്ങൾ അതല്ല, ഫൽയഖുൽ ഖൈറ, നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നല്ല മതപ്രഭാഷണങ്ങൾ കേൾക്കൽ, ഖുർആൻ പാരായണം ചെയ്തത് പഠിക്കൽ, അത് മനഃപ്പാടമാക്കൽ, ദിക്ർ, ദുആ, പ്രാർത്ഥനയുടെ മാസമാണ് റമളാനിന്റെ പേരുകളിൽ ഒന്ന് ശഹ്റുൽ സ്വബ്ർ, ക്ഷമയുടെ മാസം. മറ്റൊന്ന് ശഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹകരണത്തിന്റെ മാസം. മൂന്നാമത്തെ ശഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസം. നാലാമത്തത് ശഹ്റുദ് ദുആ, ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. ഇതിനൊക്കെ കൂടെ തന്നെ നമ്മളെ സമയം തികയൂല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ പിന്നെയാണ് പറഞ്ഞത് ഔലിയസ്മുത്ത്, എന്നാ പിന്നെ മിണ്ടാതിരുന്നാളി. അപ്പോ അതാണ് ആ പറഞ്ഞ അംസിക് ഹാദാ എന്ന് പറഞ്ഞത്. അപ്പൊ നാവ് നിയന്ത്രിക്കുക, അതോടുകൂടി എല്ലാവും വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, മുഅ്മിനീങ്ങളെ തഖ്വയുണ്ടാവണം, സത്യം മാത്രം, നല്ലത് മാത്രം പറയണം. പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ കർമ്മങ്ങളും നന്നാവും. വാക്ക് നന്നായാൽ കർമ്മം നന്നാകും. വാക്കും കർമ്മവും നന്നായാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങൾക്ക് മാപ്പും കിട്ടും. അതിനെന്ത് വേണം? വമയുതിഇല്ലാഹ വറസൂല, എങ്ങനെയാണ് അങ്ങനെ ജീവിക്കേണ്ടത് എന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, അതനുസരിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്, അതും അനുസരിക്കണം. അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, മഹത്തായ വിജയം സിദ്ധിക്കുകയും ചെയ്യും. അപ്പൊ മുഅ്മിനീങ്ങളെ, റമളാനിന്റെ പകലുകളും രാവുകളും ഇസ്ലാം കാര്യങ്ങളിലെ 4 സ്തംഭങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന മാസമാണ്. ഇനി 5ാമത്തെ സ്തംഭമാവട്ടെ ഹജ്ജ്, ദുൽഹജ്ജ മാസത്തിലാണെങ്കിലും അതിന് പണമടക്കേണ്ടത്, അതിന് തയ്യാറെടുപ്പ് നടത്തേണ്ടത്, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും, അതിനിങ്ങനെ നമുക്ക് കവർ നമ്പറിൽ നമ്മൾ പെട്ടോ, നറുക്കെടുപ്പിൽ നമ്മൾ പെട്ടോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന മാസവും റമളാൻ തന്നെയാണ്. ചുരുക്കത്തിൽ അഫ്ളലു ശുഹൂരി ശഹ്റു റമളാൻ എന്ന് പറയുന്നത് ഇത് ഖുർആൻ അവതരിച്ച മാസമാണ് എന്നതുകൊണ്ടും ഒരു മുസൽമാൻ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളും ജീവിതത്തിൽ കൃത്യതയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, ആദരവോടെ നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്ന മാസമാണിത് എന്നതിനാലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 10-28 ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട്. ആ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴേക്ക്, അല്ല അതിനു മുമ്പ് മരണപ്പെടേണ്ടി വന്നാൽ, അത് ഇന്ന് തന്നെയാണെങ്കിലും അതിപ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ ആ റയ്യാൻ കവാടത്തിന് അർഹത നേടിയവരാവണം. ഒരൊറ്റ നോമ്പ് കൊണ്ട് നേടേണ്ടതാണത്. കാരണം റമളാൻ 1 മരണപ്പെട്ടാൽ, നോക്കൂ നിങ്ങൾ, ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഹംസ വക്കീലിന്റെ സഹോദരി പെങ്ങള് പൊട്ടപ്പടി മിനിഞ്ഞാന്ന് റമളാൻ പിറ കണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് മരിക്കുന്നത്. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. റമളാനിന്റെ പിറ കണ്ട് 2-3 മണിക്കൂറിന് ശേഷം അവർ മരണപ്പെടുന്നു. ഇന്നലെ രാവിലെ 9 മണിക്ക് അവർ മറമാടപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, അവർ റമളാനിൽ ജീവിച്ചവരല്ലേ? സത്യത്തിൽ റയ്യാൻ കവാടം അവർക്ക് കൂടി അർഹതപ്പെട്ടതല്ലേ? ഞാൻ പറഞ്ഞത് റമളാൻ കഴിയുന്നത് വരെ ജീവിച്ചിരിക്കുക എന്നതല്ല ഇതിന്റെ ലക്ഷ്യം. കിട്ടിയ അവസരം അതൊരു നിമിഷമാണെങ്കിൽ പോലും അത് റയ്യാൻ കവാടത്തിലേക്കുള്ള മാർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ റയ്യാൻ മാത്രമല്ല, സ്വർഗ കവാടങ്ങളിലെ 1ാമത്തേതിന്റെ പേര് ബാബു ഷഹാദ എന്നാണ്. ബാബു ഷഹാദ, ഷഹാദയുടെ ബാബ്, കലിമത്ത് ഷഹാദത്തിന്റെ പേരിൽ ഒരു ബാബ്, അത് വേണ്ടേ നമുക്ക്? 2ാമത്തത് ബാബു സ്വലാത്താണ്, നമസ്കരിക്കുന്നവർക്കുള്ള ബാബ്. 3ാമത്തേത് ബാബു സ്വദക്കയാണ്, സക്കാത്ത് നൽകുന്നവർക്കുള്ള ബാബ്. 4ാമത്തേത് ബാബു തൗബയാണ്, തൗബ ചെയ്തവർക്കുള്ള ബാബ്. ബാബുൽ ഖുർആൻ, ഖുർആനിന്റെ ബാബ്. ബാബുൽ ജിഹാദ്, റയ്യാൻ. നമ്മളെവിടെയുണ്ട്? നമുക്ക് ഈ ഒരു കവാടത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ കഴിയുന്നത് കൊല്ലത്തിൽ 1 മാസമേ നമുക്ക് ഇസ്ലാമായി ജീവിക്കാൻ താല്പര്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണോ? ആലോചിച്ചോക്കാണ്.
ഈ ഒറ്റ നിയമവും ബാധകമാകുന്നതിന് മുമ്പല്ലേ മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹാദത്ത് വരിച്ചത് അല്ലേ? അവർ ഷഹാദത്ത് വരിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാമിലെ ആദ്യത്തെ ആരാധനയായ നമസ്കാരം നിർബന്ധമാകുന്നത്. അവരോട് സ്വർഗമാണ് നിങ്ങളുടെ കാൽ കീഴിലുള്ളത്, ഭയപ്പെടേണ്ടാണ്. സുമയ്യ, യാസിർ, ഹാരിസ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരൊറ്റ വഖത്തും നമസ്കരിക്കാതെ, ഫർള് നമസ്കരിക്കാതെ മരണപ്പെട്ടു പോയവരാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വേറെ എവിടെയും പോണ്ട അല്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, ഹാരിസ് ഇബ്നു അബീ ഹാലയും ശുഹദാക്കളാണെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്വാഭാവിക മരണം വരിച്ചവരാണ്. അവർ മരണപ്പെട്ടതിന് ശേഷം 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് നമസ്കാരം നിർബന്ധമാകുന്നത്. സ്വർഗസ്ത്രീകളുടെ നേതാവിന്റെ പേര് ചോദിച്ചപ്പോ ഒന്നാമത്തെ പേര് പറഞ്ഞത് ഖദീജ എന്നാണ്. 2 മറിയം, 3 ആസിയ ബിൻത് ഖുബൈൽ, 4 ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഖദീജ എത്ര നേരം എത്ര ഫർള് നിസ്കരിച്ചു ചോദിച്ചതാണ്, എത്ര സക്കാത്ത് കൊടുത്ത്, എത്ര റമദാനിലെ നോമ്പൊറ്റ്, എത്ര ഹജ്ജ് ചെയ്ത്. മുഅ്മിനീങ്ങളെ, ഷഹാദത്തിനൊരു ബാബുണ്ട്, ഷഹാദത്തിനൊരു ബാബുണ്ട് അല്ലേ? അപ്പോ ആ ബാബ ആദ്യം നമുക്ക് കൊണ്ട് തുറക്കപ്പെടണം. അതിന് യോഗ്യത നേടാൻ ഇന്ന് നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പക്ഷേ നാളെ നമ്മൾ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ഈ നോമ്പുകാരായി തന്നെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മുമ്പിൽ സ്വർഗ കവാടങ്ങൾ എട്ടും തുറക്കപ്പെടണം. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും ശീലമാക്കാനുമുള്ള കാലമാണ് റമദാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, 2 കാര്യങ്ങൾ ഞാനതിന് തുടക്കത്തിൽ പറഞ്ഞാൽ സംസാരത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് പറയാതിരുന്നതാ. ജമാഅത്ത് നമസ്കാരത്തിൽ കണ്ട ഒരു വീഴ്ച ഒന്നുകിൽ അബ്ദുള്ളയുടെ ഇമാമിൻ്റെതാവാം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവാകാം. ഇമാം സുജൂദിലെത്തി തക്ബീറത്തിൽ അദ്ദേഹത്തിന്റെ തക്ബീർ കഴിയുന്നതിന് മുമ്പ് ഈ മുമ്പിലെ സഫിലുണ്ടായിരുന്ന ഒരാളൊഴികെ മറ്റെല്ലാവരും സുജൂദിലെത്തിയിരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇമാം സുജൂദിലെത്തി അയാളുടെ തക്ബീർ അല്ലാഹു അക്ബർ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ നമ്മളിൽ ഈ മുമ്പിലെ സഫിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ പലരും സുജൂദിലേക്ക് പോയിരുന്നു. എന്താ കുഴപ്പം നിങ്ങൾ ചോദിച്ചാൽ, ഇമാമിനെ വാക്കിലോ പ്രവൃത്തിയിലോ മുൻകടന്നാൽ അയാൾക്ക് ജമാഅത്തിന്റെ പുണ്യം ലഭിക്കുകയില്ല. അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. അപ്പൊ ഇമാം സുജൂദിലെത്തി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നിന്നിടത്ത് നിന്ന് കുനിഞ്ഞു തുടങ്ങാവൂ. ഓരോ കർമ്മവും അങ്ങനെ തന്നെയാണ്. ഇമാം റുക്കൂവിൽ തിരപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ നമ്മൾ അവിടെ നിന്ന് പോകാവൂ. ഇമാമിന്റെ സമീഅല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇഴ്തിദാലിലേക്ക് ഉയരാവൂ. ഇമാമിന്റെ പിന്നാലെ പോകാൻ മുതാബഅത്തുൽ ഇമാമി വാജിബുൻ ലിസ്ഹത്തി സ്വലാ എന്നാണ് കർമ്മശാസ്ത്ര മേഖലയിലെ ഇത്തിഫാഖുള്ള ഫത്വകളിൽ ഒന്ന്. മുതാബഅത്തുൽ ഇമാമി വാജിബ്, ഇമാമിനെ പിന്തുടരലാണ് വാജിബായത്, ഒപ്പം പോകലല്ല, മുന്നേ കടക്കാൻ. ലാ തസ്ബിഹു ബിഖൗലിൻ വലാ അമൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തെ നിങ്ങൾ മുൻകടക്കരുത്. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുതമ്മ ബിഹി, നിങ്ങൾക്ക് പിന്തുടരുവാനാണ് ഇമാം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ വിഷയത്തിൽ ഒന്ന് നല്ല ശ്രദ്ധയുണ്ടാവണം. ഒന്നുകിൽ അബ്ദുള്ളയോട് ഒന്ന് പറയണം, ആ തക്ബീറിന്റെ നീളം ഒന്ന് ചുരുക്കണം, അടിയന്തരമായി ചുരുക്കണം. കാരണം സുജൂദിൽ കിടന്നിട്ടും അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണണല്ലോ, നിങ്ങളല്ലേ ബുദ്ധിപ്പെടലുണ്ട്. അപ്പോൾ ഒന്നുകിൽ അത് അബ്ദുള്ള ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മൗമൂമിങ്ങൾ ആ ഇമാം അബ്ദുള്ള അല്ല, ഞാനാവട്ടെ മുസ്തഫയാവട്ടെ, ആരാണെങ്കിലും ശരി, സുജൂദിലേക്ക് ഇമാമിന്റെ തല എത്താതെ, ഇമാം അർളിൽ ഉറപ്പിക്കാതെ എന്ന ഹദീസിലുള്ളത്. ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അർളിൽ ഉറപ്പിക്കാതെ ഞങ്ങൾ കുനിയാറേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഹദീസുകളിലുള്ളത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. അത് തറാവീന് ശേഷം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുമാണ്. രണ്ടാമത്തെ കാര്യം, ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വരുന്നവർ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് സഫുകളിൽ ഇരിക്കുക, സഫുകളിൽ വരിയായിട്ടിരിക്കുക. ഇമാം മെഹ്റാബിലേക്ക് എഴുന്നേറ്റ് നിന്നതിന് ശേഷം മാത്രമാണ് മഅ്മൂമുകൾ അവനവന്റെ ഇരിപ്പിടത്തിൽ നിന്ന്
എഴുന്നേൽക്കേണ്ടത്. നമ്മൾ കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ കൂടെ നിന്നിട്ട് ഇമാമിനോട് എന്നാ നിൽക്ക് എന്ന് പറയുന്ന ഒരു സാധാരണ സമ്പ്രദായമുണ്ട്. തിരുത്തപ്പെടേണ്ടതാണ്. സാദുൽ മആദ് പോലുള്ള ലോക പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ അത് ചെയ്യരുത്, പാടില്ല, സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പള്ളിയിൽ വരുന്നവർ, കോട്ടപ്പള്ളി പള്ളിയിൽ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് കേട്ടോ, പള്ളിയിൽ വരുന്നവർ നമ്മൾ ആരാണെങ്കിലും ശരി സുഫിൽ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ദിക്റിലോ ദുആയിലോ ഖുർആൻ പാരായണത്തിലോ മുഴുകി അവിടെ ഇരിക്കുക. ജമാഅത്ത് നടത്താനുള്ള പൂർണ്ണമായ അധികാരം നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും ഇമാമിനുള്ളതാണ്. നമ്മൾ ഇഖാമത്ത് വിളിച്ചിട്ട് ഇമാമിന് തോന്നുകയാണ് എൻ്റെ ഒളു മുറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിയാൽ അയാൾക്ക് ഇവിടെ നിന്നോളി എന്ന് പറഞ്ഞ് പോയി ഒളു എടുത്ത് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ മൂപ്പര് പോയി ഒളു എടുത്തോട്ടെ, നമ്മൾ വേറെ ആളെ വെക്കാന്ന് പറയാൻ നിവൃത്തിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിന് ഇഖാമത്ത് വിളിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അദ്ദേഹത്തിന് കുളി നിർബന്ധമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കാനക്കും, അവിടെ നിന്നോളി. പോയി കുളിച്ചു, ഇവിടെ നിന്നു, തല തുവർത്താതെ വെള്ളം വിറ്റു വീഴുന്ന തലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ അവരവിടെ നിന്നു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പം നമ്മളിത് കഷ്ടപ്പെട്ട് വരുന്നത് നമുക്ക് ജമാഅത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുവാൻ വേണ്ടിയാണ്. അതിന് വിഘാതമാകുന്ന യാതൊന്നും തന്നെ ഉണ്ടായിക്കൂടാ. ഇമാം ആരായാലും ശരി അയാൾക്കാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം. അയാൾ പറയുമ്പോഴേ ഇഖാമത്ത് വിളിക്കാവൂ എന്ന് വരെ കിതാബുകളിൽ കാണാം. ബാങ്ക് വിളിക്കാൻ ആരുടെയും സപ്പോർട്ട് വേണ്ട, അത് മുഅദ്ദിനിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇഖാമത്ത് വിളിക്കാനുള്ള അനുവാദം നൽകാനുള്ള അധികാരം ഇമാമിൻ്റെതാണ്. അയാൾ പറഞ്ഞാൽ മാത്രമേ, യാ ബിലാൽ അരിഹനാ ബിസ്വലാ, ബിലാലേ ഇഖാമത്ത് വിളിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റമളാൻ നമുക്ക് നല്ലത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ആരെയും വിമർശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുകയല്ല. നമ്മുടെ ഉത്തരവാദിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തലാണ്. ഒന്നുമല്ല, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം എനിക്ക് കൂടി കിട്ടണമല്ലോ, അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോ ദീനിനെ ദീനായി കാണാനും ദീനിനെ ദീനായി പഠിക്കാനും അതങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിനെ പൂർണ്ണാർത്ഥത്തിന് ആചരിക്കാൻ ഇസ്ലാമിക സംസ്കാരവും ചിട്ടവട്ടങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഇസ്ലാമിൻ്റെ മജ്ജയും ഇസ്ലാമിൻ്റെ മർമ്മവും ധർമ്മവും കൃത്യമായി മനസ്സിലാക്കാനും അവയെല്ലാം ജീവിതത്തിൽ പരിശീലിച്ച് നിലനിർത്തുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാൻ കഴിയുന്നതുവരെ പൂർണ്ണാരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാനും പൂർണ്ണമായി റമളാനികളായി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കുവാനും ഈമാനോടെ തഖ്വയോടെ ഒരുപാട് കാലം ജീവിച്ചിരിക്കുവാനും കലിമ ചൊല്ലി തൗബയോടുകൂടി മരണപ്പെട്ടു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളും കഷ്ടപ്പാടുകളും റബ്ബ് നമുക്ക് ശിഫയാക്കി തരുമാറാവട്ടെ. അല്ലാഹു ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ വ അജ്രി വാലിദിനാ വ അഹ്ലിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വ അമീത്നാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്വാലിഹീൻ. അല്ലാഹുമ്മ ആതുൽ ഉംറനാ വഹസ്ൻ അമലനാ വഹസ്ൻ ആഖിബതി അംറനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസിയാമനാ വസ്വാലിഹു അഅമാലിനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്വാലിഹീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.